കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കടന്നുകളഞ്ഞ കാർ ഡ്രൈവർ അജ്മലിനെതിരെ നരഹത്യ കുറ്റം ചുമത്തി പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് കേസെടുത്തത്. മനഃപൂർവ്വമായ നരഹത്യ, അലക്ഷ്യമായി വാഹനമോടിക്കൽ, മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നു. കൊല്ലം ശാസ്താംകോട്ട പോലീസ് എടുത്ത കേസിന്റെ വിവരങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വൈദ്യപരിശോധനയിൽ അജ്മൽ മദ്യപിച്ചിരുന്നുവെന്നും കണ്ടെത്തി. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, വാഹനം ഇടിച്ച് അവിടെ നിർത്തുകയോ ഒന്നുമല്ല, വീണ്ടും ആ ശരീരത്തിലൂടെ വാഹനം കടത്തി കൊണ്ടുപോകുന്നതാണ് ഇന്നലെ സംഭവിച്ചത്. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ മദ്യലഹരിയിലായിരുന്നോ അജ്മൽ? എന്തൊക്കെയാണ് കേസിന്റെ വിവരങ്ങൾ? സുജിയ മദ്യലഹരിയിലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ അജ്മൽ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ അജ്മലും ഈ ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും സമീപത്തു നിന്ന് മദ്യപിക്കുന്ന, അതായത് ശാസ്താംകോട്ട സമീപത്തു നിന്ന് മദ്യപിക്കുന്ന ദൃക്സാക്ഷികൾ മൊഴിയും വ്യക്തത വരേണ്ടത്. ഇക്കാര്യത്തിൽ ഈ ഡോക്ടർ ശ്രീകുട്ടിയെ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൻ്റെ FIR റിപ്പോർട്ടറിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യ, അലക്ഷ്യമായി വാഹനം കേസെടുത്തതിന് ശാസ്താംകോട്ട പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത്. ഒരു മനുഷ്യന് സാധിക്കാത്തതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത കുറ്റകൃത്യം തന്നെയാണ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 5:40 അനൂർക്കാവിൽ വെച്ച് ഒരു സ്കൂട്ടറിൽ വാഹനം ഇടിക്കുന്നു. ശേഷം ആ സ്കൂട്ടറിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന കുഞ്ഞുമോൾ ആ കാറിൻ്റെ മുകളിലേക്ക് വീഴുന്നു. ശേഷം ആ കാറിൻ്റെ അടിയിലേക്ക് പെടുന്നു. ഒരു വീല് കയറിയപ്പോൾ, മുൻചക്രം കയറിയപ്പോൾ തന്നെ നാട്ടുകാർ ഓടിയെത്തി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് പോലും ഇവർ നിർത്താൻ കൂട്ടാക്കിയില്ല. പിന്നീട് കാറ് ദേഹത്തു കൂടെ കയറാതെ വന്നപ്പോൾ വീണ്ടും ആക്സിലേറ്റർ കൊടുത്ത് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴേക്കും നാട്ടുകാർ വളഞ്ഞിരുന്നു കാറ്. പിന്നെ നാട്ടുകാരെയും ഇടിച്ച് വീഴ്ത്താൻ തക്കവണ്ണമാണ് കാറ് മുന്നോട്ട് പോയത്. അങ്ങനെ ഈ നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്, ശേഷം നാട്ടുകാരിടിക്കാൻ ശ്രമിച്ചു, പിന്നീട് ഒരു മതിലിന് വാഹനം ഇടിച്ചു. അങ്ങനെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ കാറ് മുന്നോട്ടെടുത്തു പോയത്. അതിന് കൂടാതെ പിന്നീട് ഈ പ്രതിക്ക് ഇപ്പോൾ ആരാണ് ഇന്നലെ സഹായം ചെയ്തത്, അതായത് അജ്മലിനെ ഇന്നലെ ആരൊക്കെയാണ് സഹായം ചെയ്തതെന്ന കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ പറയുന്നത്, ഇന്നലെ രാത്രി ഒളിവിൽ പോയ അജ്മൽ വൈദ്യപരിശോധനയുടെ ഒരു സമയം ഏകദേശം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് മുൻപ് എത്തേണ്ടതില്ല എന്നുള്ള തരത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ആ ശ്രീകുട്ടിയെ ഇത്രയും രാത്രി വരെയും പോലീസ് ഈ സ്റ്റേഷനിൽ ഇരുത്തിയത് വൈകാരികമായ ഒരു ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ഭയന്നുകൊണ്ട് പോലീസ് പറഞ്ഞത് ഇവിടെയാണ് സുരക്ഷിതമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇവരെ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയത്. ശ്രീകുട്ടിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ശ്രീകുട്ടിയും കാറിലുണ്ടായിരുന്നു. ശ്രീകുട്ടി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം മുന്നോട്ട് വാഹനം എടുത്തു പോകണം, നാട്ടുകാർ നമ്മളെ കയ്യേറ്റം ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു മൊഴിയാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയത്. ഭയന്നിട്ടാണ് വാഹനം ഓടിച്ചു പോയതെന്നാണ് ശ്രീകുട്ടി പറഞ്ഞത്. ഇപ്പോൾ പുലർച്ചെയാണ് മൈനാഗപ്പള്ളി നിന്ന് ഇദ്ദേഹത്തെ പിടികൂടുന്ന, അതായത് അജ്മലിനെ പിടികൂടുന്ന. അജ്മൽ വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയാക്കി. അജ്മൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ തെറ്റ് പറ്റിപ്പോയി എന്നുള്ളൊരു സൂചനയാണ് പോലീസിന് നൽകിയത്. പക്ഷേ പോലീസ് ഇപ്പോഴും ആ വാഹനം എന്തുകൊണ്ട് അവിടെ നിർത്തിയിട്ടില്ല, താങ്കൾ ഇറങ്ങിയിട്ടില്ല, ഒരു ജീവൻ്റെ തുടിപ്പ് ആ വാഹനത്തിൻ്റെ അടിയിലുണ്ടായിട്ട് പോലും അവർ വാഹനം നിർത്താതെ പോയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ആളുകൾ തങ്ങളെ കയ്യേറ്റം ചെയ്യുമെന്നുള്ള ഭയന്നുകൊണ്ട് തന്നെയാണ് എന്നുള്ളത്. ഇതിനുശേഷം ഈ അജ്മൽ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ആ സുഹൃത്ത് ആരാണ് ഇന്നലെ അഭയം നൽകി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഇവർ ഓടിച്ച ആ കാറാണ്, അപകടം വരുത്തിയ കാറാണ്. ഈ ചില്ലിലേക്കാണ് ഇന്നലെ കുഞ്ഞുമോൾ വീണത്. ചില്ലിലേക്ക് വീണതിന് ശേഷം വീണ്ടും താഴോട്ട് വീഴുന്നു. ഈ മുൻചക്രം കയറുന്നു. പിന്നീട് ബാക്ക് ചക്രം കയറാതിരുന്നപ്പോൾ വീണ്ടും ആക്സിലേറ്റർ കൊടുത്ത് കയറുകയായിരുന്നു. പിന്നീട് മതിലിലിടിച്ച കാറാണ്, അതായത് നിയന്ത്രണം വിട്ടുപോയി മതിലിലിടിച്ച കാറാണ് ഈ കാണുന്നത്. ഈ ചില്ലിലേക്ക് വീണത് കുഞ്ഞുമോൾ വീണതിൻ്റെ അടയാളമാണ്. ഇത്രയും അപകടം നടത്തി, ഇത്രയും മുന്നോട്ട് കാഴ്ച ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാറുമായി അജ്മലും ശ്രീകുട്ടിയും പോയത്. ശ്രീകുട്ടിയാണ് വാഹനം നിർത്തരുതെന്ന് പറഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മദ്യലഹരിയിൽ തന്നെയായിരുന്നു എന്നുള്ളതിൻ്റെ വൈദ്യപരിശോധന റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇവർ മദ്യപിച്ചിരുന്നു. ശ്രീകുട്ടി ഈ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് ചോദിക്കുന്നത്. കാരണം ഒരു അപകടം വരുത്തുമ്പോൾ ജീവൻ രക്ഷിക്കേണ്ടത് ഒരു ഡോക്ടറുടെ അവകാശമാണ്. ആ ഡോക്ടർ എന്തുകൊണ്ട്
കൃത്യം നടത്തിയിട്ടില്ല, എന്തുകൊണ്ട് അവിടെ നിന്ന് പോയി, ആരൊക്കെ മറ്റാരെങ്കിലും ഈ കാറിലുണ്ടായിരുന്നോ, എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇതിനുവേണ്ടി അല്പസമയത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഈ അജ്മലിനെ കൊണ്ടുവരുന്നതാണ്. അജ്മലിൻ്റെ വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായി. അജ്മലിൻ്റെ അല്പസമയത്തിനകം അജ്മലിനെ കൊണ്ടുവരും. ശ്രീകുട്ടി ഇപ്പോഴും ശാസ്താംകോട്ട പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സുജയ. ദിലീപ് ദേവസ്യ, ഇന്നലെ വൈകിട്ടാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഈ അപകടമുണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ വൈകിട്ട് 5:45 ആകുമ്പോൾ നാട്ടുകാരെ ഭയന്ന് കാർ ഓടിച്ചു പോകാൻ നിർദ്ദേശം കൊടുത്തത് ഒരു യുവ ഡോക്ടറാണ്. അവർ ആ കാറിലുണ്ടായിരുന്നു. അജ്മൽ ആയിരുന്നില്ലേ മദ്യലഹരിയിൽ, അതോ ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു? ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് വ്യക്തമായ സൂചനയൊന്നും തന്നിട്ടില്ല. അതായത് ശ്രീകുട്ടി മദ്യപിച്ചിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും പോലീസ് തന്നില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ സ്ഥലത്ത് വെച്ച് ഈ ശ്രീകുട്ടിയെയും അതുപോലെ തന്നെ അജ്മലിനെയും പരസ്യമായി മദ്യപിക്കുന്നത് കണ്ടിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ തിരുവോണമായതുകൊണ്ട് അതൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ 5:40 തന്നെ ഇതിൻ്റെ എല്ലാം ഗതി മാറുകയാണ്. 5:40 അപകടം വരുന്നത്. അപകടം വരുന്നത് സാധാരണമാണ്. പക്ഷേ വാഹനം നിർത്താതെ, ഒരുപക്ഷെ ഈ വാഹനം ഇന്നലെ അവിടെ നിർത്തിയിരുന്നു എങ്കിൽ ആ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. നാട്ടുകാരെല്ലാവരും തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ വാഹനം അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞുമോളെ പുറത്തേക്ക് എടുക്കാമായിരുന്നു. കുഞ്ഞുമോളെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ പറയുന്നത് വാരിയലുകൾ പൊട്ടി ലെൻസിലേക്ക് കയറിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനമായിട്ട് പോലീസും പറയുന്നത്. ഇങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ഒരു പക്ഷേ ഈ വാഹനം നിർത്തിയിരുന്നെങ്കിൽ വലിയ പരുക്കുകളില്ലാതെ കുഞ്ഞുമോളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇതൊന്നും വരുത്താതെ, ഇതൊന്നും കൂട്ടാക്കാതെ നാട്ടുകാർ ഈ കാർ മുഴുവൻ വളയുന്നതും ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും മുന്നോട്ട് എടുത്തു പോയതാണ്. എന്തുകൊണ്ട് എടുത്തു പോയി? അപ്പോൾ അത് മദ്യലഹരിയിൽ തന്നെയാണെന്നാണ് വ്യക്തമായിരിക്കുന്നത്. കാറിനടുത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത് ഒരു സ്ത്രീയുടെ ജീവൻ, കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തമാണ് അവിടെ ഉണ്ടായത്. കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഓടിച്ചു പോകാൻ നിർദ്ദേശം കൊടുത്തതൊരു ഡോക്ടറാണ് എന്നതും നമുക്കേറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.